തെറാപ്പി ചെയ്തിട്ട് യാതൊരു മാറ്റമില്ല എന്ന് തോന്നുന്ന ആരൊക്കെയുള്ളത്? മാറ്റം ഉണ്ടെന്ന് തോന്നുന്ന ആരൊക്കെയുണ്ട്? ഒരു ഇതെല്ലാവർക്കും മാറ്റം തോന്നുന്നുണ്ട് അല്ലേ? അപ്പോ ഇപ്പൊ ഞാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമുക്കറിയാം ഇവിടെ എല്ലാ കുട്ടികളും വരുന്നതെന്ന് പറഞ്ഞാല് എല്ലാവരുടെയും പോയിട്ട് ഒരുവിധം എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? അതിനുശേഷം നിങ്ങൾ ഇത്രയും മാറ്റം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാറ്റം ഇത്രയും പേർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഗുണമില്ലാണ്ട് ആരെങ്കിലും പറയില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജനാണ്, ഞാൻ വ്യാജ ചികിത്സ ചെയ്യുന്നത്, പിന്നെ ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതില് പുറകിലുള്ള ഒരു സത്യം എന്താന്ന് വെച്ചാല് കുറച്ച് പേരൊക്കെ പേടി കടന്നിരിക്കുക, അതാണ് അതിന്റെ സത്യം. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇന്ന് ഭിന്നശേഷി കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന നമ്മളുടെ കൈ ഇപ്പൊ നമ്മളങ്ങനെ എന്താ പറയുക, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു സുപ്രഭാതത്തില് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കുട്ടി നമുക്ക് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും അപൂർവമായിട്ട് ഉണ്ടാവുന്ന കുട്ടികളെ ആണ്, നമ്മളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അല്ലെ നമുക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നു. പക്ഷെ ഇന്ന് എല്ലാ എന്ത് പറയുന്ന എല്ലാ വീടുകളിലേക്കും ഒരു കുട്ടി എന്ന ലെവലിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാവുന്നു നമ്മളതൊന്ന് ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാനിവിടെ ഇപ്പൊ ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ചാലക്കുടി, അതിന് മുമ്പ് ഞാൻ 2010 മുതലാണ് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ മേഖലയിൽ വന്നത്. അതിന് മുമ്പ് ഞാൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലായിരുന്നു. ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ വരാൻ കാരണം എന്ന് വെച്ചാല് നമുക്കറിയാം മരുന്നുകളൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ മരുന്ന് വിൽക്കുന്ന ഒരാൾക്കറിയാം അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്നുള്ളതും മറ്റു കാര്യങ്ങളും. അപ്പൊ ഞാൻ അതിനൊക്കെ ആവശ്യമുള്ള മരുന്ന് നമുക്ക് ആവശ്യമുണ്ട്, മരുന്ന് അത്യാവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് എന്തോ മരുന്നുകളില്ലാത്ത ഒരു തെറാപ്പി അല്ലെങ്കിൽ അങ്ങനത്തെ എനിക്ക് ഒരു ആഗ്രഹം വന്നു. അപ്പൊ നമുക്കറിയാം ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഇന്ന് ലോകത്ത് ഇപ്പൊ നമ്മളറിയാം അലോപ്പതി മെഡിസിൻ കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്നത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ് ലോകത്ത് ട്രീറ്റ്മെന്റ്. നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവും, അതിൽ അക്യുപഞ്ചർ, അക്യുപ്രഷർ, അങ്ങനെ പലതും ഉണ്ട്, ഹിജാബ് തുടങ്ങി പല മേഖലകളുണ്ട്. അപ്പൊ അതിൽ ഞാൻ ആദ്യമായിട്ട് ഹെൽത്ത് അനലൈസിംഗ് എന്നുള്ളൊരു സിസ്റ്റം, നമ്മുടെ ശരിയായിട്ട് മെറിഡിയൻ അനലൈസിംഗ് എന്നുള്ള സിസ്റ്റം ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പഠിച്ചത്. അതിലെന്താ കൊണ്ടെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ ഒരാളുടെ ഏകദേശ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആ ഹെൽത്ത് അനലൈസിംഗ് പഠിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ 10 വർഷം മുമ്പ് ക്ലിനിക്കൽ കൊടകരയിലുണ്ടായിരുന്നു, അതിനുശേഷം ചാലക്കുടി 9 വർഷമായിട്ടുണ്ട്. 9 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെൽത്ത് അനലൈസിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതിന് മാത്രമായിട്ട് 10-25 പേരൊക്കെ എൻ്റെ അടുത്ത് വരും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരാളുടെ ബോഡിനെ പറ്റി കൃത്യമായിട്ട് ഹെൽത്ത് അനലൈസിംഗ് കഴിയുമ്പോൾ എനിക്കൊരു 80% ആക്യുറസിയിൽ പറയാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഒരു സുപ്രാത്തിൽ ഒരു വ്യക്തി വന്നു, അദ്ദേഹത്തിന് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഒരാളെ കൈകൊണ്ട് തൊടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് റിലീഫ് കിട്ടി. എൻ്റെ കൈക്ക് എന്തോ എനിക്കെന്തോ തൊടുമ്പോൾ ഇങ്ങനെ എന്തോ തടസ്സം മാറിപ്പോകുന്നു ഫീൽ ചെയ്യുന്നു. അപ്പോ എന്നോട് അദ്ദേഹം പറഞ്ഞു, സാറിന്റെ കൈകൾക്ക് എന്തോ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എന്തോ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അത്രയും കാര്യമായിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസവും ഇതുപോലെ അവിടെ എൻ്റെ ക്ലിനിക്കിൽ അന്ന് അക്യുപഞ്ചർ ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു. അക്യുപഞ്ചർ ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു ലേഡി വന്നപ്പോൾ അവരുടെ ഇതുപോലെ കൈ 3 ദിവസമായിട്ട്, കുറച്ച് ദിവസങ്ങളായിട്ട് കൈ പൊന്തുന്നില്ല, 3 ദിവസമായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അന്നാണ് ആ ഡോക്ടർ അവിടെ ഇല്ലാത്തൊരു സമയം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവരെ കൈ ചെയ്തു, ഞാനൊന്ന് നോക്കി ചെയ്തു എന്നപ്പോൾ അവരെ കൈ പൊന്തി. അപ്പോഴാണ് എനിക്ക് ഇതിനോട് ത്രില്ലായത്. ഞാനൊരു എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര ഒരു എന്തോ എനിക്ക് അതിനോടൊരു ഭയങ്കര താല്പര്യം. പിന്നെ വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടുതൽ ആധികാരികമായി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അക്യുപഞ്ചറിൽ പഠിച്ചു, അതിന്റെ ഡിപ്ലോമ എടുത്തു. ഇപ്പോ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് മെഡിസിനിലെ ഡോക്ടറേറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ പല നിലയ്ക്ക് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടെത്തിയ അറിവ് എന്താണെന്ന് ഞാൻ പഠിച്ചു വന്നപ്പോൾ ഇതിന്റെ ഒരു ആഴം സാരമില്ലാന്ന് മനസ്സിലായി. കാരണം ഇന്ന് നമ്മളുടെ ഈ കുട്ടികളുടെ മേജർ ഇങ്ങനെ വരാനുള്ള ഒരു മേജർ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ നെർവുകളുടെയും ചെറിയ രക്തക്കുഴലുകളും കാപ്പിലറീസ് എന്ന് പറയും, ചെറിയ രക്തക്കുഴലുകളുടെയും ബ്ലോക്ക് എവിടെയെങ്കിലും ഉണ്ടോ അതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതിനെ കണ്ടെത്താവുന്ന മെഷീനറികളില്ല. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവർ കരയുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നെർവ് എവിടെയോ ബ്ലോക്ക് വന്നിട്ട് പെയിൻ കൊണ്ടാണ് കരയുന്നത്.
മനസ്സിലായോ? ആ നെർവുകളെ ഫ്ലോ, അപ്പൊ എന്റെ കൈ എന്താ അവിടെ നടക്കുന്ന വെച്ചാൽ ആദ്യമൊക്കെ വലിയ വലിയ നെർവുകളെയാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ നെർവിന് വരെ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നു. അപ്പോ അത്ഭുതകരമായിട്ടുള്ള പല റിസൾട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരുപാട് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇതിനെ ഞാനൊരു പഠന വിഷയമാക്കണം ചോദിച്ചു. ഇത് ഇപ്പൊ എന്താ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഭാവിയിൽ ഒരുപാട് കുട്ടികളെ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുത്താമല്ലോ. ഒരു കുട്ടി, ഒരു ചെറിയ യങ് ഏജിൽ ഒരു കുട്ടീനെ കിട്ടിയാൽ ഒരു പക്ഷെ കുറച്ച് നെർവിനെ വേഗം തട്ടിമാരിയ കുട്ടി ഒരിക്കലും ഭിന്നശേഷിയാവില്ല, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ആ കുട്ടി വളരും തോറും ആ വേദന കൊണ്ട്, ഇപ്പൊ കാലിലൊരു നെർവ് പെയിൻ വന്ന മിക്കവാറും കുട്ടികൾ നമ്മൾ ബ്രെയിൻ ഡാമേജ് എന്ന് പറയും, നമ്മൾ നോക്കിക്കോ എല്ലാ കുട്ടികളുടെയും കാൽപാദത്തിലാണ് നെർവ് കണക്ഷൻ. അതായത് കാലിന്റെ എല്ലുകളുടെ ഇടയിൽ 2 നെർവ് ഇങ്ങനെ കുടുങ്ങി ആ നെർവ് വേദന വരുമ്പോ കാല് വളയണം. അപ്പൊ ആ നെർവ് കുടുങ്ങുമ്പോ അവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അതിന്റെ ബ്രാഞ്ചസ് ബ്ലോക്ക് ആയി പോകണം. അപ്പൊ നമുക്കൊരു കാലിൽ ഇവിടെ നെർവ് കുടുങ്ങിയാൽ അത് കാലിന്റെ അടിയിലേക്ക് വിരലിലേക്ക് ഫ്ലോ ഇല്ലാണ്ടാക്കും, ചെറിയ നെർവ് ബ്ലോക്ക്. അപ്പൊ അവിടെ വേദനയുണ്ട്. ഈ വേദന ബോഡിക്ക് അവിടെ വരുന്നത് ബോഡി അത് അറിയാണ്ട് കൊണ്ടെടുക്കും, മാക്സിമം അറിയിക്കാതെ കൊണ്ടെടുക്കും. അതായത് ഇപ്പൊ എനിക്ക് വേദനയുണ്ട്, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടെങ്കിൽ ബോഡി എന്താ വെച്ചാൽ എവിടെ വേദന വെച്ച് ബോഡി അറിയാണ്ട് ഇങ്ങനെ നോക്കും, നമ്മൾ അറിയാണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പോസ്റ്റർ നോക്കിയാൽ പറയാം ആക്ച്വലി അവിടെ എന്താണെന്ന് വെച്ചാൽ പെയിൻ മാനേജ്മെന്റ്. അല്ല വയറിലൊരു പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ വയറിങ്ങനെ വിളിച്ചിട്ട്, അപ്പൊ ഈ കുട്ടികൾ സ്കോളിയോസിസ് എന്ന് പറയുന്ന നട്ടല്ലല്ല പറയുന്നത്, അവര് വയറിന്റെ ഉള്ളിൽ ഒരു നെർവ് ബ്ലോക്ക് വന്നിട്ട് ആ ബ്ലോക്ക് ആ പെയിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ആലോചിക്കാം, എന്നിട്ട് നമ്മൾ ഇത് കാണാണ്ട് ഇവിടെ കൊണ്ട് സർജറി ചെയ്യണം. അപ്പൊ എന്താ നടക്കുന്നു ആലോചിക്കുക. അപ്പൊ ഞാനിത് ലോകത്തിന് എനിക്ക് അറിയിക്കണം തോന്നി. കാരണം ഒരു മനുഷ്യനാണ്, നമ്മളുടെ ഒരു കിട്ടിയ അറിവ് ലോകത്തിനെ അറിയിച്ചാൽ നാളെ ഒരുപാട് ചിലപ്പോൾ കുട്ടികൾക്ക് അത് ഗുണം കിട്ടുമോ എന്ന് വെച്ചിട്ട് ഞാനൊരു ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കി. ആ ബുക്ക്ലെറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അപൂർവമായിട്ടുള്ള നമ്മളിങ്ങനെ വന്ന കുട്ടികളിലേക്ക് ഒരു ഷെയ്ഡ് ചെയ്തിട്ട്, എന്നുവെച്ചാൽ അവർക്ക് രോഗം വയ്ക്കാണ്ട് ഷെയ്ഡ് ചെയ്തിട്ട് കുട്ടികളുടെ ഒരു ഇതും കൂടി ഞാൻ വെച്ചു. അതിൽ ടെസ്റ്റിമോണി ആയിട്ട് അതിപ്പോ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഒരു ഇതല്ലേ, പിന്നെ ഇവിടെ ഒന്ന് മാറിയതല്ലേ എന്ന് വെച്ചിട്ട് ഞാനത് ആരോടും അറിയിച്ചില്ല. കാരണം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്ന കുട്ടികളെ നമ്മളിങ്ങനെ ഈ പഠന വിഷയമായിട്ട് നമ്മൾ ഇങ്ങനെ ബുക്കിലേക്ക് മെഡിക്കൽ അതോറിറ്റിനെ അറിയിക്കാൻ വേണ്ടി അവർ ചില വീഡിയോസൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുമെന്ന് ഷെയർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബുക്കിലെറ്റ് ഉണ്ടാക്കി എൻ്റെ ഒരു PDF കോപ്പി ഞാൻ ഒരാൾക്ക് ഷെയർ ചെയ്ത് പെട്ടെന്ന് തെറ്റി വേറൊരാൾക്ക് പോയി. അവിടെ നിന്ന് അത് സ്പ്രെഡ് ചെയ്തു, വേറൊരു വ്ളോഗറിലെത്തി. അവരത് ഈ ഒരു ഇതിലുള്ള ഒരു കുട്ടിയുടെ അമ്മേനെ അറിയിച്ച് ഞാൻ ഇത് വെച്ച് പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവരെന്നെ എനിക്കെതിരെ കേസ് കൊടുത്തു. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഞാൻ ഇതായിട്ട് പറയുന്നില്ല, ഇപ്പൊ ഞാൻ സാധാരണ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമില്ലെങ്കിൽ പറയണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയും. കാരണം എന്തിനാ വന്ന് ഇവിടെ കാശ് കളയുന്നു, മാറ്റില്ലാത്ത കുട്ടികൾ എന്തിനാ വന്ന് കാശ് കളയുന്നു അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് പറയും. അത് പറഞ്ഞാല് പിന്നെ എന്നെ ഭയങ്കരമായിട്ട് തന്നെ ഒരുപാട് കാണാം. ഡെയിലി ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ വീഡിയോസ് എടുക്കാം. കാരണം അവർക്ക് സംബന്ധിച്ച് അവർക്കൊരു സബ്ജക്റ്റ് കിട്ടണം. ഇപ്പൊ ഒരാളെ കുറ്റം പറയുമ്പോൾ അത് ഒരുപാട് പേര് ആസ്വദിക്കണം. മാത്രമല്ല അതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാല് ഞാൻ ഈ ബുക്കിലേക്ക് ഇറക്കുന്ന അതിന്റെ കണ്ടന്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ അതിൽ വന്നൊരു ഇതെന്താ വെച്ചാൽ അത് ഇറങ്ങിയാൽ ഒരു പക്ഷെ ഇവിടുത്തെ ഒരുപാട് പേരുടെ ജീവിതത്തിന് ബാധിക്കും. മനസ്സിലായി? കാരണം ഈ കുട്ടികളെ വെച്ച് ലൈഫ് ലോങ് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരെ ബാധിക്കും. അപ്പൊ അവര് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കണം ഇപ്പൊ ശ്രദ്ധിച്ചത്. അപ്പൊ അവരെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ വന്ന പാരന്റ്സിനെ അവരെ അമ്മമാരെ കണ്ടെത്തിയിട്ട് നമുക്കെതിരെ പറയിപ്പിക്കുക, നെഗറ്റീവ്സ് ഇട്ടുകൊണ്ടിരിക്കുക. ഒന്നും ഇപ്പൊ ലാസ്റ്റ് ഇന്നലെ ഉണ്ടായെന്ന് വെച്ചാൽ ഞാനൊരു കുട്ടീനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട ഒരു കുടിയിൽ താമസിക്കുന്ന ഒരു കുട്ടീനെ അവിടെ ഫ്രീ ആയിട്ട് വീടെടുത്ത് ആ കുട്ടിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. കാരണം ഞാൻ അങ്ങനെ കുറേ ചെയ്യുന്നുണ്ട്, കുറേ പാവങ്ങൾക്ക് ഞാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയപ്പോൾ എല്ലാവരും ആയിരിക്കും ഞാൻ അവിടെ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പക്ഷെ ഒരു കാര്യം എന്നെ പേഴ്സണലായിട്ട് അറിയണവർക്ക് അറിയാം, ഞാൻ ഒരുപാട് പേരെ സഹായിച്ച് ഒരുപാട് കടക്കണിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. ഇന്നും ലക്ഷങ്ങളുടെ കടങ്ങൾ എനിക്ക് കൊടുക്കും. അപ്പൊ ആ ഇതില് ഞാൻ ഇങ്ങനെ എപ്പോഴും എന്നിട്ട് പോലും ഞാൻ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ കുട്ടികളെ വെച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ഒരു ഇതില് പിന്നെ എന്താ പറയാ ഇങ്ങനെയുള്ള ലാസ്റ്റ് വന്നിരിക്കുന്ന വെച്ചാൽ ഞാൻ ആ കുട്ടീനെ അവിടെ താമസിക്കാം. ആ കുട്ടിയുടെ കണ്ടറിയാം, അമ്മയുടെ ഒക്കെ കോലം വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ അറിയാം. ഒരു എന്താ പറയാ ഒരു കഞ്ഞി പോലും കുടിക്കാത്തൊരു അവസ്ഥ, അങ്ങനത്തെ ഒരു ഫാമിലിയാണ്.
അവർക്ക് ഞാൻ ഒരു ജീവിതമാർഗം ഉണ്ടാക്കിയത് ഇപ്പൊ എന്നെ പറഞ്ഞുണ്ടാക്കി. കഴിഞ്ഞ ദിവസം ഇന്നലേക്ക് ഞാൻ ആ കുട്ടിയുടെ അമ്മേനെ എന്തിനോ വേണ്ടിയിട്ടാണ് ആ കുട്ടിക്ക് അവിടെ താമസിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ വരുന്നത്. അതുപോലെ എന്താ പറയാ, ഒരു നാണം കെട്ടിട്ടുള്ള ഒരുപാട് ഇതുള്ളത്. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഞാനിപ്പോ കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമായിട്ട് എന്റെ ജീവിതം എന്താണെന്ന് ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ജീവിക്കുന്നു. അത് അവിടെ ഉണ്ട്. കാരണം നമുക്ക് പേടിയാണ്. ഇപ്പൊ ഒരു ക്യാമറ വയ്ക്കാണ്ട് അവിടെ ഇരുത്തി ഞാൻ നാളെ ഒരു കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്ത പോക്സോ കേസായി. അതാണ് ഞാൻ ക്യാമറ വരെ വെച്ചിരിക്കുന്നത്. കാരണം അതും നടക്കും, നമ്മുടെ ഈ ലോകം അങ്ങനെയാണ്. അപ്പോ ആ ഇതില് ഞാൻ എന്റെ രാവിലെ വന്നു പാതിരിക്ക് പോകണു, വീട്ടിലെത്തുന്ന വെളുപ്പിന് 10 അല്ലെങ്കിൽ 1 മണി 2 മണിക്കൊക്കെ വീട്ടിലെത്തുന്നു. എന്റെ ഒരു കരുത്ത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഓരോ ദിവസവും ഒരു വേദന ഇങ്ങനെ നിങ്ങളോട് ചിരിക്കുന്നെങ്കിലും കടുത്ത വേദനയും കൊണ്ട് ഞാൻ ജീവിക്കുന്നത്. അത് നിങ്ങളോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെയുള്ള ഒരു പല രോഗത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അതൊന്നും എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചിരിക്കാനേ നിങ്ങളുടെ അടുത്ത് പറ്റുള്ളൂ, കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഇങ്ങനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിക്കണം. മാത്രമല്ല ഇന്ന് ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള കുട്ടികൾ വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് മരണം മുന്നിട്ട് വെച്ച് എഴുതിയിട്ടുള്ള കുട്ടികൾ പലരും നമ്മൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം അവരെ വിഷമം കാണുമ്പോൾ നമ്മൾ എടുത്തു പോകണം. ഭൂരിഭാഗം ഭൂരിഭാഗം പേര് ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒന്ന് പറ്റി കഴിഞ്ഞാലോ പിന്നെ നമ്മളെ വെച്ചുകൊണ്ടിരിക്കില്ല. ഒരു കുട്ടിയോട് വന്നിട്ട് ചിലപ്പോൾ മരിക്കാൻ പോണ കുട്ടിയോട് വന്നിവിടെ ഒന്ന് മരിച്ചു, പക്ഷെ ചിലപ്പോൾ നാളെ അത് ഞാൻ ചെയ്തിട്ട് മരിച്ചെന്നായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ശത്രുക്കളാവുന്ന ഒരു സമയത്ത് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഞാൻ കുട്ടികളെ ട്രീറ്റ്മെന്റ് നിർത്താന്നുള്ള തീരുമാനം എടുക്കുകയാണ്. എന്താ നിർത്തണോ വേണ്ടേ? അല്ല, ഞാൻ എന്താ വെച്ചാൽ ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോ എന്താന്ന് വെച്ചാൽ എനിക്ക് കാരണം അത്രയും നമ്മളൊരു എന്താ പറയാ അന്തലി അങ്ങനെ തകർക്കുന്ന രീതിയിലും ഒന്ന് ആലോചിക്കാം. നമ്മൾ ഇങ്ങനെ കൂടി ആകുമ്പോൾ എന്തായിരിക്കും. ഇപ്പൊ നമ്മളൊരു ഒരു ഒരു ഞാൻ എങ്ങനെ ആയിക്കോട്ടെ, ഞാനൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് അറിയാമോ. അപ്പൊ ഇവിടെ വരുന്നു, ഇപ്പൊ കുട്ടികളിൽ നിന്ന് ഒരു ജീവിതം കിട്ടാനുള്ള ഒരു ശ്രമമല്ല ഞാൻ നടത്തുന്നത്. അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് നോക്കൂ. ഞാനിപ്പോ പ്രത്യേകിച്ച് എന്റെ കഴിഞ്ഞ 2 വർഷമായിട്ട് ജീവിതം നിങ്ങൾ നോക്കിക്കോളൂ. എനിക്ക് എന്തിനാ നേരമുള്ളത്. ഞാൻ എന്റെ മനസ്സ് അല്ലെങ്കിൽ ജീവിതം അർപ്പിച്ച് കഴിയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളായിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുമ്പോ അത് വല്ലാതെ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഞാനിപ്പോ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എന്നില് വിശ്വാസമുള്ള താല്പര്യമുള്ള നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മാത്രമാണ് ഇത് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പുതിയ ആരും ഇപ്പൊ ഞാൻ തൽക്കാലം എടുക്കണില്ല. എന്നെ എന്തെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ മെഡിക്കൽ അതോറിറ്റി ഞാൻ ചെയ്യുന്നതിൽ സത്യമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് എന്നെ ചെയ്യാൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഇനി പുതിയ കുട്ടികളെ തെറാപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിലവിലുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം. ഓക്കെ, താല്പര്യമില്ലാത്ത ഒരാളും വരരുത്. കാരണം നാളെ എന്നെ ഇവിടെ വന്നിട്ട് എന്റെ ലക്ഷ്യങ്ങൾ പോയിരുന്നോ ഒന്നാരും പറയരുത്. എനിക്കത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ ലക്ഷ്യം വേണ്ട. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ലക്ഷ്യങ്ങള് പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ളതാണ് ഓരോരുത്തരെ സഹായിച്ചിട്ട്. അത് എന്റെ കുടുംബസ്വത്തവർക്ക് എല്ലാം വിറ്റ് നശിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ പൈസക്ക് ആർത്തിയുള്ള ഒരാളായിട്ടൊന്നും എന്നെ ചിത്രീകരിക്കുമ്പോ നമുക്കത് സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല, എനിക്കറിയാം. പിന്നെ അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാണ് ഭയങ്കരമായിട്ട്. അതായത് എന്തോ ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. അതിന് ഡെയിലി വരുമാനം വരണമെങ്കിൽ നെഗറ്റീവ് വ്യൂസ് ഇടുമ്പോൾ കിട്ടും. അപ്പൊ അതിനു വേണ്ടി അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് കാണാനുണ്ടാവും. കാരണം ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി മാറാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഇപ്പൊ പലരും ഈ കുട്ടികളെ വെച്ച് ജീവിക്കുന്നവരൊക്കെ ഞാൻ അവരുടെ ശത്രുവായിട്ട് മാറുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാനസികമായിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയാ സ്ട്രെസ് ഭയങ്കരമായിട്ട് വരും. എനിക്കിപ്പോ അവര് പറഞ്ഞൊന്നല്ല, ഞാനൊന്ന് ആലോചിക്കാം. ഒരു സോഷ്യൽ മീഡിയയില് നമ്മളെ പറ്റി ഇങ്ങനെ ഇടുമ്പോ കുറെ പേരൊക്കെ അത് പ്രചരിപ്പിച്ചുകൊണ്ട് അടക്കുന്നുണ്ടല്ലോ. അപ്പൊ
അപ്പോൾ അതൊക്കെയും ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് ചെയ്തിട്ടൊന്നും കൂടി ആലോചിക്കും. പറഞ്ഞൊരു ഞാൻ ചെയ്യുന്നൊരു കുട്ടിയായാലും ഞാൻ കുട്ടിയുടെ നിന്ന് ഒട്ടും ബുദ്ധിമുട്ടുകയാണ്. അവരിൽ നിന്ന് പകുതി പൈസ ഞാൻ വാങ്ങിയുള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സഹായിച്ചിട്ടുള്ളവരാണ് തിരിച്ചു കിട്ടുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അപ്പൊ അത് ഇന്ന് ലോകം ഇങ്ങനെയാണ്, നന്ദിയില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നന്ദിയുള്ള കുറെ ആളുകളുണ്ട്. ആ നന്ദിയുള്ള ഒരു ആളുകളിലുള്ള നിങ്ങളിലുള്ള ഒരു പ്രാർത്ഥന മാത്രം എനിക്ക് ഉണ്ടാവുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാണെങ്കിൽ പറയാം. ഇപ്പോൾ പല കുട്ടികളും, ആ കുട്ടി തന്നെ അവിടെ ഇരിക്കുന്നു അല്ലേ, ആ കുട്ടിയുടെ അമ്മ ആക്സിഡന്റിൽ മരിച്ചു. കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലായിട്ട് എല്ലാവരും കൈവിട്ടിട്ടുള്ള കുട്ടിയായിരുന്നു. എൻ്റെ അടുത്ത് വരുമ്പോ പറഞ്ഞോളൂ, എല്ലാരും അറിയട്ടെ. നമ്മളിങ്ങനെ ഞാൻ അങ്ങനെയുള്ളൊരു പറയാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ആ മയക്കുണ്ട പറഞ്ഞു. അതായത് ആ കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോ ഇങ്ങനെ വളഞ്ഞു കിടക്കായിരുന്നു, അതായത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിരന്തരമായിട്ട്. ഒരു ആക്സിഡന്റിന് ശേഷം 3 മാസമായിട്ട് കുട്ടി ഇങ്ങനെ കരഞ്ഞല്ലേ ജീവിച്ചോണ്ടിരുന്നത്, ഇങ്ങനെ വളഞ്ഞു കിടക്കായിരുന്നു കുട്ടി. അപ്പൊ എല്ലാവരും കൈവിട്ട കുട്ടിയായിരുന്നു. ആ കുട്ടി ഞാൻ അന്ന് ചെയ്തൊരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും കുട്ടി കരച്ചില് മാറി അല്ലേ, കരച്ചില് മാറി. ഇപ്പൊ അവനെ നോക്കും, ഇപ്പൊ നമ്മളെ നോക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള ഡോക്ടർമാര് പറഞ്ഞതാ ട്യൂബ് എടുക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റൂല. അപ്പൊ അവിടുന്ന് ഇവിടെ ഞങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതി വന്ന് ഒന്ന് ചെയ്തു പോയി. പിന്നെ രണ്ടാമത് ഞങ്ങൾ നവംബർ 3 ദിവസത്തിന് വന്നു. അങ്ങനെ നവംബർ 4-ന് ഇവിടുന്ന് ചെയ്തു പോയ ശേഷം 10-ാം തീയതി ട്യൂബ് എടുത്തവരുണ്ട്. 5 മാസം ട്യൂബ് ഇട്ടിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മളെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയസ്സും 17 ദിവസമായപ്പോഴാണ് ഇത് സംഭവിച്ചത്. ആ സമയത്ത് അവന് നടക്കുകയും ഉമ്മ ഉപ്പാന്നൊക്കെ വിളിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അവന് ഒരു പക്ഷേ ആ കുട്ടി ഇപ്പോ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതല്ലേ, സത്യമാണ്. കാരണം അത് ജീവനാണ് നമ്മൾ അവിടെ നേടിയെടുത്തിരിക്കുന്നത്, ഒരു ലൈഫാണ്. എന്ന് വെച്ചാൽ ഇനി ഒരു പക്ഷേ അവന്റെ തലമുറകള് ജീവിക്കാൻ പോണതാണ്. അപ്പൊ അങ്ങനെ നമ്മള് റിസ്ക് എടുക്കും, ആലോചിച്ചോക്കണം, റിസ്ക് എടുക്കണം. ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അത്ര റിസ്ക് എടുത്ത് ആ കുട്ടീനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ അങ്ങനെയുള്ള ഒരാളെയാണ് എന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് അവതരിപ്പിക്കുന്നത്. എനിക്ക് കേൾക്കുമ്പോൾ വിഷമമുണ്ട്, എനിക്ക് മാത്രമല്ല, എനിക്കൊരു ഫാമിലി ഒക്കെ ഉണ്ട്, എല്ലാവർക്കും വിഷമം തോന്നുന്നു. അപ്പൊ എല്ലാവരും എന്നോട് പറയണം നിർത്തുന്നൊക്കെ പറയണത്, ഇതിനെങ്ങനെ എന്നുള്ള രീതിയിലാണ് പറയണത്. പക്ഷെ എനിക്ക് ഇപ്പോ ഞാനായിട്ട് ഇങ്ങനെ കുറെ കുട്ടികൾക്ക് ആശ കൊടുത്ത കുട്ടികളെങ്കിലും അവരെങ്കിലും ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരണം. അടുത്തൊരാളാകുമ്പോഴേക്ക് ഒരു 100 കുട്ടികളെങ്കിലും എനിക്ക് നടത്തി കാണിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിന് നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം. ഡോക്ടറെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ 1.5 വർഷം നോക്കിയിട്ട് ആ ഡോക്ടറെ ഒന്ന് കാണാൻ എനിക്ക് അവസരം കിട്ടി. യൂട്യൂബില് കിച്ചു എന്ന് പറഞ്ഞ കൊച്ച് അത് വന്ന അവസ്ഥയും ഡോക്ടറെ ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ അതിനുണ്ടായ മാറ്റവും കണ്ട് അങ്ങനെ പലപ്പോഴും ഞങ്ങളെ ഈ ഹോസ്പിറ്റലോട്ട് വിളിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. അവസാനം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ 2ാമത്തെ മോനെ ഒരു ദിവസം ഇവിടെ വന്ന്, അങ്ങനെയാണ് ഇവിടെ വന്ന് കാണാനൊരു ഡേറ്റ് കിട്ടിയത്. അന്ന് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ മതി, ഡേറ്റ് തരും. കഴിഞ്ഞ 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയ 3 ദിവസം. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനെ മാറ്റാൻ ആകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുമ്പടിയിലുള്ള സെൻറ്ററിൽ അത് കഴിഞ്ഞ് 1 പ്രാവശ്യം വന്നു. ഏതായാലും മകള് ഒരുപാട് ബെറ്ററായി. ഇന്നൊക്കെ ആണെങ്കിൽ ഓടി നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം തെറാപ്പി ചെയ്യുന്ന സഹോദരി പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, വലിയ ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ഡോക്ടറുടെ ആ സംസാരത്തിലുള്ള പ്രത്യാശ വലുത് കേട്ടോ. അതിലാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി ഡോക്ടറിന്റെ ഓരോ വാക്കിൽ കിട്ടുമ്പോഴാണ് നമുക്ക് മരുന്നല്ല, അതിൽ കൂടുതൽ മനസ്സിന്റെ ആ ഒരു ആത്മധൈര്യം കൊടുക്കുകയാണ്. ഡോക്ടർ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് ഇന്നലെ അടുത്ത മെയ്യിൽ കെട്ടിച്ചേക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ മോളെ ആ ഒരു പ്രചോദനം കൊടുത്താണ് ഡോക്ടർ അന്ന് നോക്കുന്നത്. കാരണം ഞങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ കയറും വന്ന് ഡോക്ടറെ കാണുന്നുണ്ട്, മറ്റൊന്നും നോക്കുന്നില്ല.
അവള് പഠിച്ചതാണ്, MA കഴിഞ്ഞ് കൊച്ചാണ്. അവിടെ തളർന്ന് കിടന്ന് കൊച്ചാണ്. അത് ഇവിടെ വന്നപ്പം പതുക്കെ പിടിച്ചൊക്കെ നടക്കുവാൻ ഇപ്പം ബെറ്റർ ആയിട്ട് ഇതിലൂടെയൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വന്നിട്ട് 4 ദിവസമായി വന്നിട്ട് ഇതിലൂടെല്ലാം പിടിക്കാതെ നടന്നു. താഴെ നിന്ന് കയറി പിടിക്കാതെ കയറി വരും, തിരിച്ചിറങ്ങും. അങ്ങനെയൊക്കെ ഈ അടുത്ത ദിവസം കിട്ടിയൊരു അനുഭവമാണ്. പെട്ടെന്ന് തന്നെ മാറ്റം വരികയാണ്. അത്യാവശ്യം പോകുന്നത് ഒരിക്കലും നമുക്ക് ഡോക്ടറിലൂടെ ദൈവം ചെയ്യും. ഞാനങ്ങനെ കാണും. ദൈവത്തിൻ്റെ കരമാണ് ഡോക്ടറിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ കണ്ട കുഞ്ഞുങ്ങളൊക്കെ എല്ലാം വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച കുഞ്ഞുങ്ങൾ കേട്ടോ. ഒരിക്കലും അത് രക്ഷപ്പെടുകയെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ കൂടുതലൂടെ വരുന്നത്. പക്ഷെ അത് ഡോക്ടറിലൂടെ അത് കുറേ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ കൊച്ചിനെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് പിള്ളേരെ കെട്ടിച്ച് 9 വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. അത് ശരിയാണ്, സത്യമാണ്. അതുപോലെ എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ പറയുന്നത് നന്മ ചെയ്യുമ്പം തിന്മ ഇരട്ടി ശക്തിക്ക് എന്ത് ചെയ്യും? പോരാടും. പക്ഷെ അതിനെ അതിജീവിക്കുക. ഞാൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കുഞ്ഞുങ്ങളെ കാണുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എത്രയോ കുഞ്ഞുങ്ങൾ ഇത് സംഭവം അറിയാതെ ഈ ലോകത്തിൽ ജീവിക്കും. അറിയുന്നില്ല, അറിയാത്തതുകൊണ്ട് അവിടെ വരാത്തത്. ശരിയല്ലേ? ഞങ്ങൾക്ക് നേരത്തെ വളർന്നിരുന്നത് ഞങ്ങൾ നാളുകൾക്കും കൂടെ വന്നേ. അറിയുന്നില്ല. ഇപ്പൊ യൂട്യൂബിൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെ വിളിച്ച് ചോദിച്ച് 1.5 വർഷം കൊണ്ടാണ് ഇവിടെ വന്നത്. അതുപോലെ അറിയാത്ത എത്ര കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറഞ്ഞു, എന്തെങ്കിലും വെച്ച് ഡോക്ടറെ അടുത്ത് അവളെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പ്രായം വെച്ചാണ്, ഇഷ്ടമായിട്ട് ഒന്നാണ്. 2-3 ദിവസം കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സൗഖ്യം കിട്ടാൻ എനിക്കറിയാം. കാരണം ഡോക്ടർ ചെയ്ത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ പറയുന്നത് ഒരു ജീവന് കൊടുക്കുന്ന വില ഡോക്ടർക്ക് മനസ്സിലായി. അതാണ് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ വില നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എത്ര കോടി കിട്ടിയെന്ന് പറഞ്ഞാലും അതിന് വില പറയാൻ പറ്റത്തില്ല. ആ ജീവന് എൻ്റെ വില ഡോക്ടർ മനസ്സിലാക്കിക്കൊണ്ടാണ് ഡോക്ടർ ശരിക്കും രാത്രിയിലൊക്കെ അവരൊക്കെ പറയുന്നത് രാത്രി ഉറക്കമൊന്നുമില്ല, അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ തിന്മ അടിക്കും, അത് ഉറപ്പാണ്. നന്മ ചെയ്യുമ്പം അതിന് വിരുദ്ധമായിട്ട് പല വിധത്തിൽ അത് നന്മ കിട്ടിയവരായിരിക്കാം കൂടുതൽ ചെയ്യുന്നത്. സാധാരണ അങ്ങനെ കാണുന്നു, ലോകത്തിന്റെ ഗതി അങ്ങനെയാണ്. പക്ഷെ അതിനെ മറികടന്ന് മുന്നേറാനുള്ള കൃപയാണ് ഡോക്ടർക്ക് നമ്മുടെ സപ്പോർട്ടിലൂടെ ദൈവം കൊടുക്കേണ്ടത്. എന്തു വന്നാലും അതിനെ അതിജീവിക്കാൻ ദൈവം കൂടെയുണ്ട്. ദൈവത്തിന്റെ കരമാണ് ഡോക്ടറുടെ കാര്യങ്ങളിലൂടെ ചെയ്യുന്നത്. അതിന് എന്നെ കഴിയുന്ന ഞാൻ ആളുകളോട് പറയുന്നുണ്ട്, പ്രചോദനം കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിയാനും പറ്റുന്നുണ്ട് കേട്ടോ. അത് ഡോക്ടറെ ഒരിക്കലും മറ്റുള്ളവർ വേദനിപ്പിച്ച് ശരിയാണ്, നമ്മൾ നന്മയായിട്ട് വേദനിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് നന്മയായിട്ട് തീരാനായിട്ട് ഒരു കുഞ്ഞ് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഡോക്ടറെ അതിൻ്റെ എല്ലാം വില ആ കുഞ്ഞിലൂടെ ജീവനിലൂടെ ഡോക്ടറെ കിട്ടും, ഭവനത്തിന് കിട്ടും. ചെറിയ വേദനയുണ്ട്, വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ വേദന ഉണ്ടാകും. അപ്പനെ ഇങ്ങനെ കുറ്റം വിധിച്ച് പോലീസ് കേസൊക്കെ ആകുമ്പോൾ വേദന ഉണ്ടാകും, ഇല്ലെന്നല്ല. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ ഡോക്ടർക്ക് ദൈവം തരും. അത് കാരണം തൻ്റെ അടുത്ത് കൂടി ഡോക്ടർ മുന്നേറിയോ ഒരു കുഴപ്പമില്ലാതെ ദൈവം തരുമായിരിക്കും. ഒരു വട്ടം വന്നിട്ട് ഡോക്ടർ ഒരു ദിവസമേ തൊട്ട് നോക്കിയിരുന്നു. അപ്പോൾ അത്രയും കുഴപ്പമില്ലാണ്ടായപ്പോൾ പിന്നെ ഡോക്ടറിനെ ചെയ്തിട്ട് കിട്ടണേ ഇല്ല. അപ്പോൾ ഇതൊപ്പം വീണ്ടും 2 വട്ടം കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് തൊള്ളുമ്പോഴേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് ദൈവത്തോട് പറഞ്ഞു. ഡോക്ടർ ഒപ്പം കൈപ്പെടാൻ പാടില്ല എന്ന് ഞങ്ങൾ നിങ്ങളുടെ ഈ പ്രോത്സാഹനമാണ് കേട്ടോ എന്നെയും കൂടി നിലനിർത്തുന്നത്. കാരണം നമ്മൾ മെന്റൽ കാണുന്നു, നിങ്ങളെ പോലെയുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക്. എൻ്റെ മകന് 8 വയസ്സാണ്. ഒരു 1.5 വർഷം മുന്നെയാണ് പിന്നെ ഒരു വീഡിയോ ഫേസ്ബുക്കിലെ എല്ലാ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഫോൺ വിളിച്ചതിന് ശേഷം ഇവിടെ നിന്ന് കിട്ടിയില്ല, ഇത് ഇല്ല, അടുത്ത മാസം വിളിക്കൂ, അടുത്ത ആഴ്ച വിളിക്കൂ, അങ്ങനെയെല്ലാം പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാനൊരു ദിവസം ഇവിടെ നേരിട്ട് വന്നേരവും പറഞ്ഞു ഇവിടെ ഇതില്ല, പിന്നെ ഇപ്പോൾ ഇല്ല, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ ദർശനം കിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഒരു ആളുകളായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു ദിവസം എനിക്കൊരു 1.5 വർഷം മുന്നേ എൻ്റെ മകനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് എടുത്തു. അപ്പോൾ അതിന് മുന്നേ എടുത്തത് ഞാൻ 5 മാസം മുന്നേ മെഡിക്കൽ കോളേജിൽ പിന്നെ പ്രസവിച്ചിട്ട് 5 മാസം ആയ സമയത്ത് തന്നെ, 5 മാസമല്ല, ഒരു 28-29 ദിവസമായാലും തന്നെ എൻ്റെ മകൻ്റെ തല ചെരിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം ചെരിഞ്ഞത് അതിന് മാത്രമായിട്ടുള്ള തെറാപ്പി പിന്നെ നമ്മുടെ ഫിസിയോളജിസ്റ്റിനെ കാണിച്ചുകൊണ്ട് തെറാപ്പി എടുത്തു. തെറാപ്പി എടുത്തേരം പിന്നെ
അത് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് 5 മാസമായിട്ടും തല ഉറക്കാത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിക്കുകയും അതായത് MRI എടുക്കുകയും MRI എടുത്തതിന് ശേഷം അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടേയിരുന്നു, അത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടേലും എൻ്റെ മകൻ്റെ അവസ്ഥ ഈ കിടന്ന അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് എനിക്ക് 2022 ഒക്ടോബർ 20 ഒരു ക്യാൻസറുടെ അഡ്മിഷനായി കാണിക്കാനുള്ള ഒരു OP കിട്ടുന്നത്. OP കിട്ടിയതിന് ശേഷം സാറെ കണ്ടേറെ ഇങ്ങനെ നമുക്ക് ശരിയാവും, ഇവൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എനിക്കൊരു അഡ്മിഷൻ കിട്ടുന്നത് ഏപ്രിൽ 16 വിഷു കഴിഞ്ഞ വിഷു കഴിഞ്ഞതിൻ്റെ ഇന്നേരാണ് എനിക്കൊരു 3 ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്. ട്രീറ്റ്മെൻറ്റ് കിട്ടി. അന്ന് പിന്നെ വലിയൊരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ ഞാൻ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് വന്നു. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് വന്നേരം ആ ദിവസത്തിൻ്റെ 2ാമത്തെ ദിവസം എൻ്റെ മോൻ പിന്നെ വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കാനുള്ള ഇത് കൈകുത്തിയിട്ട് ഇരിക്കാനുള്ള ഇത് സാറ് ചെയ്തു തന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ കൈവിടാതെ അതുവരെ നമ്മൾ കിടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കൈ പിന്നെ കുത്തിക്കൊണ്ട് ഇരിക്കാൻ അല്ലെങ്കിൽ പിന്നെ വൈഫ് ചെയ്തേരെ പിന്നെ അവർ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ അന്നേരം നമുക്കൊരു വല്ലാത്തൊരു അതുവരെ ഇല്ലാത്തൊരു ഇത് നമുക്കുണ്ടാകുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ആ 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. 5ാമത്തെ ദിവസം ഇവിടെ വന്നിട്ട് 5ാം ദിവസത്തെ ട്രീറ്റ്മെൻറ്റിലാണ് അത് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഐ കോണ്ടാക്ട് നമ്മുടെ നോക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഐ കോണ്ടാക്ട് കിട്ടി. പിന്നെ ഇപ്പോൾ അവൻ പിന്നെ ഇത് പിന്നെ എല്ലാം ശ്രദ്ധിക്കുന്നു. പിന്നെ ഇടയ്ക്ക് അവ്യക്തമായ രീതിയിലാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഇപ്പം അമ്മേനെ ഒരു വ്യക്തതയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാം ഇങ്ങനെ കാണുന്നതും പിന്നെ എല്ലാം മനസ്സിലാവാനും അവനെ കുറിച്ചിട്ട് പറയുന്നതാണെന്ന് പിന്നെ എല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു നേരാവണ്ണല്ല, പക്ഷെ ഒരു പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ ഒരു പിടിച്ചു നിൽക്കാൻ കൈവിട്ടുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ മാസം എന്നെ മുന്നോട്ട് സാധിച്ചു. അത്രയും ഒരു മാറ്റമാണ് നമുക്കുണ്ടായത്. പിന്നെ നമുക്ക് പൈസ ഉണ്ടാക്കുന്ന കുറേ മേഖലകൾ നമ്മൾ കാണാറുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെയും കണ്ടിട്ടുമുണ്ട്. പക്ഷേ സാറിനെ സംബന്ധിച്ചിട്ട് ഈ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ വാങ്ങുന്നതിലാണ്. പക്ഷേ 1000 രൂപ വാങ്ങുന്നത് ഇതിനേക്കാൾ കൂടുതൽ സാറിന് വാങ്ങാമായിരുന്നു, ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ വാങ്ങാൻ എന്നാലും ആളുണ്ടാവും. അത്രയും ആളുകൾ സാറിൻ്റെ ഇത് അഡ്മിഷൻ കിട്ടാതെയോ അല്ലെങ്കിൽ പിന്നെ OP കിട്ടാതെ പുറത്ത് കിടക്കുന്നുണ്ട്. ഇതുപോലത്തെ നമ്മളൊന്നല്ല, ഇതിനേക്കാൾ എത്രയോ ആളുകൾ ഇന്ന് സാറ് പറഞ്ഞ പോലെ ഫാമിലിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കാം. മറ്റുള്ള വൈകല്യത്തിനേക്കാൾ കൂടുതൽ ഇതുപോലത്തെ വൈകല്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ഇവിടത്തേക്ക് അഡ്മിഷൻ കിട്ടാനും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ നമുക്ക് എന്തോ ഭാഗ്യത്തിന് സാറിൻ്റെ അടുത്ത് കിട്ടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു രക്ഷപ്പെട്ട കുറേയധികം ഫസ്റ്റ് സ്റ്റെപ്പ് രക്ഷപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് വീട്ടിൽ പോയാൽ അതുവരെ പല നമ്മുടെ ചുറ്റുവട്ടം തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലാണ്, ചുറ്റുവട്ടം നല്ല ആളുകൾ വീടുകളിലേക്ക് എല്ലാം പറഞ്ഞു പോകും. ഇപ്പോൾ ഇത്ര നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇതിന് മാറ്റമുണ്ട്, ഇത് തുടരണം തന്നെയാണ് അവർ പറയുന്നത്. ഇത് നമ്മുടെ അയൽവാസികളും ബന്ധുക്കളും പറയുന്നത്. നമ്മളെല്ലാം പറയുന്നത് മറ്റുള്ളവരാണ്. പക്ഷെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് ഒന്നും ആയിട്ടില്ല അല്ലേ, ഒന്നും ശരിയാകുന്നില്ല അല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ വന്നിട്ട് ഇതിനൊരു മാറ്റമുണ്ട് അല്ലേ എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. ഒരു വ്യക്തി ബാക്കിലോട്ടിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, അങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്ന് ആ വ്യക്തി പറഞ്ഞു. അതുകൊണ്ട് അത് സന്തോഷം തോന്നുന്നു. പിന്നെ സാറ് എനിക്ക് മനസ്സിലായി, സാറിൻ്റെ ഭാഷകളിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാറ് ഒരു ഇതിനെ പിന്നെ സാറിന് പൈസ ഉണ്ടാക്കാനായിട്ട് തോന്നിയിട്ടില്ല. സാറ് ഈ ആശയം നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്ത് കൂടി അവരുടെ പിന്നെ അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കൊന്ന് സാറിൻ്റെ പ്രധാന ആശയവും പിന്നെ ശ്രമവും തോന്നും. അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ സാറിപ്പോൾ സാറിൻ്റെ ശേഷകാലവും ഇവരുടെ സംരക്ഷണം മറ്റുള്ളവർക്ക് വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമ്മുടെ മോഡേൺ മെഡിസിന് ഈ ഭാഗത്തും കൂടി ശ്രദ്ധിക്കണം എന്നാണ് സാറ് വിശ്വസിക്കുന്നത്. അതിനാണ് സാറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് വ്യക്തിപരമായി കൂടുതൽ സംസാരിച്ചില്ല എങ്കിലും അവരുടെ ചെറിയ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഇടക്കാലത്ത് കഴിഞ്ഞ നവംബർ മാസം ഇവിടെ ഒരു തടസ്സപ്പെടുത്തുന്ന ചികിത്സാ രീതി തടസ്സപ്പെടുത്തുന്ന ശ്രമം ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഇനി ആരെയാണ് കാണിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇത്രയും ഈ കുട്ടി വളരുന്നതാണ്, ഇതാകുമ്പോൾ നമ്മൾ ഇനി ആരെയാണ് കാണിക്കേണ്ടതെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ വീണ്ടും എന്തോ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ആ ചികിത്സ തുടരാൻ ഇതുവരെ പറ്റുന്നുണ്ട്. എന്നും ഇനി ആരെല്ലാം ബുദ്ധിമുട്ടിക്കുന്നു
എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ പിന്നെ സാറിൻ്റെ ചികിത്സ തുടരുന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് മറ്റൊരു വഴിയില്ല. വേറെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സാറിനെ തള്ളിയിട്ട് നമുക്ക് വേറെ വഴിക്ക് പോകാം. പക്ഷേ നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വഴിയില്ല. വേറെ വഴിയുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കാം. പക്ഷേ വേറെ വഴിയില്ലാത്ത സാഹചര്യത്തിൽ സാറിൻ്റെ ചികിത്സയാണ് ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് എനിക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടും പിന്നെ ഇത് പഠന വിഷയമാക്കേണ്ടതാണെന്ന് എനിക്കും തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ എത്രയോ കാലങ്ങളായിട്ട് പഠന വിഷയമാക്കിയതിന് അടിസ്ഥാനമാക്കിയുള്ള ചികിത്സയാണ് ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഒരു സാറിൻ്റെ ഒരു അപ്രോച്ച്, പുതിയ ഇത് മെഡിസിനല്ല ചികിത്സാ രീതിയിലേക്ക് അപ്രോച്ച് മറ്റുള്ളവരുടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. സാറിൻ്റെ പിന്നെ ശാരീരിക വൈദ്യവും നമ്മൾ ഇങ്ങനെ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറും ഈ 12 മണി വരെ 1 മണി വരെ ചികിത്സ നമുക്ക് വേണ്ടിയിട്ട് ഉറപ്പൊഴിഞ്ഞ് നിർത്തണം കണ്ടു എന്നെല്ലാം നമ്മുടെ തന്നെ ഒരു തീരുമാനമായിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെയോട് ഇതുവരെ ചെയ്തതിൽ എത്ര കടപ്പം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മെഡിക്കൽ അവയർനെസ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് മാറ്റം ഉണ്ടാവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വിഷമിച്ച് കഴിഞ്ഞു. അത് നമ്മുടെ മെഡിക്കൽ ഞാൻ കണ്ടെത്തിയ അറിയപ്രകാരമാണ് നിസ്സാര കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ മെഡിക്കൽ അലോപ്പതി മേഖലക്കാര് ഒന്ന് സഹായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കുട്ടിയുടെ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പല കുട്ടികളോട് വന്നിട്ട് നമുക്ക് വലിയ കാര്യമായിട്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റാത്തതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ നെർവ്, ഞാൻ പറഞ്ഞല്ലോ കാൽപാദത്തിൽ കുടുങ്ങിക്കെടുക്കുന്ന നെർവ് ഡീപ്പിലേക്ക് കിടക്കും, ഉള്ളിലേക്ക് പോയി കിടക്കും. അത് എനിക്ക് തട്ടിയെടുക്കാൻ ഭയങ്കര ചെറിയ കുട്ടികളെങ്കിൽ ഒരു വർഷം പെട്ടെന്ന് കിട്ടും. പക്ഷെ ഡീപ്പിലേക്ക് പോയാൽ നെർവിനെ നമുക്ക് തട്ടിയെടുക്കാൻ കൈകൊണ്ട് ഭയങ്കര. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ടെടുക്കുകയും വലിച്ചെടുക്കുമ്പോഴും അവർക്ക് ഭയങ്കര വേദന വരുന്നതാണ്. അപ്പോൾ നമുക്കൊരു മെഡിക്കൽ ഇതിൽ ഇപ്പം ഈ ഒരു കാൽപാദത്തിൽ ഇങ്ങനെ നെർവ് ബ്ലോക്ക് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു മെഷീൻ, കാരണം സാധാരണ സ്കാനിങ്ങിൽ ഇത് കാണിക്കാം, ഏതെങ്കിലും ഒരു മെഷീനുകളിലൂടെ കണ്ടെത്തി കാണിച്ച് ഇത് വെറുതെ സിമ്പിളായിട്ട് അവിടെ നിന്ന് വലിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ രക്ഷപ്പെടും. ആ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പേഴ്സണൽ ഇതല്ല. എനിക്കിപ്പോൾ പേഴ്സണൽ ആണെങ്കിൽ ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് എനിക്ക് കിട്ടാവുന്ന മാക്സിമം ഞാൻ പറയാമല്ലോ. ഇപ്പം സാർ നേരത്തെ പറഞ്ഞു ഈ പൈസയാണെങ്കിൽ ഞാൻ ദുബായി പോകുമ്പോൾ എനിക്ക് അവിടേക്ക് നല്ല ചാൻസാണ്. ഇനിയല്ല വലിയ വലിയ ആളുകൾക്ക് ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട്, കാരണം എന്തും തരാൻ തയ്യാറുള്ളവരുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം കുട്ടികൾക്കും ഇത്രയും നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഒരുപാട് കുട്ടികൾ നമ്മൾ ആശകൾ കൊടുത്തിരിക്കുകയാണ്. അവർക്കെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നുള്ള ഒരു ആഗ്രഹമുണ്ടാകും. അപ്പൊ നമുക്ക് ഇതില് ഒരു ഞാൻ പറഞ്ഞില്ല, ഇത് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിലേക്കില്ല. ഞാൻ എൻ്റെ മാത്രമല്ല, അതില് ഇപ്പൊ എന്നോട് ആരും ശത്രുത കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അലോപ്പതികാർക്ക് അവർക്ക് നല്ല മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഒരുപാട് കുട്ടികളെ തെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. സർജറി ചെയ്തിട്ട് മാറ്റാം. സർജറി ജസ്റ്റ് അവരൊന്ന് ചാടിച്ച് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. വലിയ പൊട്ടിച്ച് കയറുന്ന ആവശ്യമില്ലായിരിക്കും പറഞ്ഞാൽ. നിസ്സാര കാര്യത്തിനാണ് കുട്ടികളുടെ ജീവിതം പോകുന്നത്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ള ഫിസിയോതെറാപ്പിക്കാർക്കായാലും അവർക്കും ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ, അതിനെക്കൂടെ ദോഷമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ വിചാരിക്കും ഞാനെന്തോ ചെയ്യും, ഞാൻ ഇനി അങ്ങനെ ആവുന്നുള്ള. ഇത് എല്ലാവർക്കും ഗുണം കിട്ടാവുന്നതും ഒരുപാട് കുട്ടികളുടെ ജീവിതം കിട്ടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു കുട്ടി ഇങ്ങനെ കെടുക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ചില അമ്മമാർക്ക് ഒരു കുട്ടിനെ മാത്രം നോക്കുന്നുണ്ട്, ആ കുട്ടിയെ മാത്രം വിശേഷം അറിയുമെങ്കിൽ ഞാൻ ഡെയിലി 25-30 കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുക. ആ അമ്മമാരുടെ വിഷമവും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് കരയുമ്പോഴേക്കും നിങ്ങളുടെ ചെവിക്കൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കും അല്ലേ. ഞാൻ രാവിലെ തുടങ്ങി രാത്രി വരെ പല കുട്ടികൾ കരച്ചിട്ട് കേൾക്കുകയാണ്. എന്റെ ചെവിക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നു. ഞാൻ ഈ കരച്ചിൽ കേൾക്കാണ്ടിരിക്കാനാണ് ഞാൻ മൊബൈലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് കരച്ചിലിന് എടുത്താൽ എനിക്ക് എന്നെ കൈ ചലിക്കില്ല. ഇത് നമ്മൾ അറിയാണ്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല്
ഞാനിപ്പോ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി ഇങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും ജീവിതമില്ല, അവരങ്ങനെയാണെന്ന് പറയുന്നതിൽ കഥയില്ല. ഇവിടെ വന്ന കുട്ടി കല്യാണം കഴിഞ്ഞ നല്ലൊരു ആൺകുട്ടീനെ പ്രസവിച്ചിട്ടുണ്ട്, വേറെ കുട്ടിയും പ്രസവിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ജീവിതം വേണ്ടത്. ആൽഫോൺസയിൽ നാളെ നല്ല പിടിക്കുക, ഇപ്പൊ നടന്നു തുടങ്ങി, പിന്നെ അവൾ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയും കല്യാണം കഴിക്കാനേ പറയുള്ളൂ. എന്താ, ഒരു ജീവിതമല്ലേ വേണ്ടേ? നാളെ അച്ഛനമ്മമാരും ഇല്ലെങ്കിലും അവളെ കൊണ്ടുനടക്കാൻ ഒരാളല്ല എനിക്ക് ആവശ്യം. അങ്ങനെ ഞാൻ ഫോക്കസിങ് കൊടുക്കുന്നു. അല്ലാണ്ട് ഈ കുട്ടികൾ അങ്ങനെയാണ്, അവരുടെ ബ്രെയിനിൽ അങ്ങനെയാണ്. ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കുക. നമ്മുടെ ബ്രെയിനിൽ EG വേരിയേഷൻ വരണമെങ്കിൽ ആ EG വേരിയേഷൻ ശരീരത്തിൽ എവിടെ തടസ്സം ഉണ്ടെങ്കിൽ EG റിഫ്ലക്ട് ചെയ്യില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ സ്കാനിങ്ങിൽ ഇവിടെ എന്തെങ്കിലും കണ്ടാലും അത് എവിടെയോ ബ്ലോക്ക് കൊണ്ട് വന്നിട്ട് ഫ്ലോ ഇല്ലാണ്ട് സെൽ ഡെത്തോ അല്ലെങ്കിൽ സെൽ റീജനറേഷൻ അത്ര അവസ്ഥയില്ലേ? അപ്പൊ നമുക്ക് അവിടെ വീണ്ടും സെല്ലുകൾ റീജനറേഷൻ ഫ്ലോ ഉണ്ടാക്കിയാൽ മതില്ലേ? ഞാൻ ആ ഫ്ലോ ഉണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നത്. ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. നല്ലൊരു കുട്ടിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ EG ആദ്യം എടുത്തപ്പോൾ ഭയങ്കര വേരിയേഷൻ ഉണ്ടായിരുന്നു, എൻ്റെ തെറാപ്പി ചെയ്ത് കഴിഞ്ഞ CG ഒരു വേരിയേഷൻ ഇല്ല, കറക്റ്റ് ആയിട്ട്. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത്? അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും അവിടെ നമ്മൾ ചെയ്യുന്നതിന് ഫലം ഉണ്ടെന്ന് ഉറപ്പല്ലേ? ഫലമില്ലെങ്കിൽ ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഇവിടെ 100 കണക്കിന് കുട്ടികളെ എന്ന് വെച്ചാൽ നമ്മൾ കാണാം. ഒരു കുട്ടി നോക്കാത്തൊരു കുട്ടി, ഐ കോണ്ടാക്ട് ഇല്ലാത്തൊരു കുട്ടി ഒന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഇല്ലേ? ആ കുട്ടി ഒന്ന് ചിരിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം. ആ കുട്ടി കഴുത്ത് ഇങ്ങനെ ഉറക്കാത്ത കുട്ടി കഴുത്ത് ഉറച്ചിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ? ആ കുട്ടി എല്ലാം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുന്നതിൽ നമുക്ക് സന്തോഷമില്ലേ? ആ കുട്ടി ഇരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ? ആ കുട്ടി പയ്യെ നിൽക്കാൻ തുടങ്ങുമ്പോൾ സന്തോഷമില്ലേ? അങ്ങനെ നമ്മൾ ഓരോന്നിലും സന്തോഷം കാണാനാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം വെച്ചാൽ എൻ്റെ അടുത്ത് വന്നാൽ 2 ദിവസം കൊണ്ട് നടക്കണം. അതാണ് പ്രശ്നം. ഇവിടെ വന്നാൽ 2 ദിവസം കൊണ്ട് നടക്കണം. എന്ന് വെച്ചാൽ ഇവിടെ പണ്ടൊരു വീഡിയോയിൽ ഒരു കുട്ടി വന്നത് 2ാമത്തെ ദിവസം നടക്കും. എല്ലാവരും ഇവിടെ വന്ന് 2 ദിവസം കൊണ്ട് നടക്കുന്നുണ്ട്. ആ കുട്ടി ഓൾറെഡി നടന്നിരുന്ന കുട്ടി ഒരു പക്ഷെ ഞാനൊരു നെർവിന് കറക്റ്റായിട്ട് നടന്നതായിരിക്കാം. പക്ഷെ നടക്കാൻ പഠിക്കാത്ത കുട്ടീനെ എങ്ങനെയാ അവർ പഠിക്കാൻ നടക്കുക? ഒരു കുട്ടി എങ്ങനെയാണോ ജനിച്ച് വളർന്ന് നടക്കുക അതുപോലെയല്ലേ അവർ നടക്കുള്ളൂ. അപ്പൊ ആ കുട്ടീനെ ആദ്യം നമ്മൾ ഇരുത്തി നടുവറച്ച് പിന്നെ അവൻ നിന്ന് പഠിച്ച് പയ്യെ സ്റ്റെപ്പ് വയ്ക്കാൻ പഠിച്ചാലല്ലേ അവർ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ അത്രയും ക്ഷമ വേണ്ടത്. എനിക്ക് ആ ക്ഷമയില്ലാണ്ട് ഇവിടെ വന്നിട്ട് നാളെ അല്ലെങ്കിൽ കാണുക ഒരാഴ്ച കൊണ്ട് ഞാൻ നടത്തി കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നടത്തിയില്ല, കണ്ണ് കളഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരിക്കലും നമ്മള് ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ കണ്ണില് നെർവ് ബ്ലോക്കാണ് ഉള്ളത്, ചെറിയ നെർവിന്റെ ബ്ലോക്കാണ്. അതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ ഞാൻ പറയാം ലോകത്ത് ആർക്കും അത് പറ്റുമെന്ന് തോന്നില്ല. കാരണം അത്ര റിസ്ക് എടുത്ത് ഞാനിങ്ങനെ കണ്ണിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, കണ്ണിന് മുകളിലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊന്നും ചെറിയ കാര്യം. പക്ഷെ അതിന്റെ ഉള്ളിൽ പിടിച്ച് അത് മാറ്റുന്ന റിസ്ക് എനിക്ക് അറിയുള്ളൂ. വേറെ എന്തെങ്കിലും നിസ്സാരം എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ എന്തായിരിക്കും? എന്നിട്ട് പറഞ്ഞ് ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നത്? ആ കുട്ടിയുടെ കണ്ണ് നേരെ വരാൻ വേണ്ടി. അപ്പൊ അത്രയും റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് പേയ്മെന്റ് പൈസ കൂട്ടേണ്ട വന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു റെന്റ് കൊടുക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം ഇവിടെ എല്ലാ സ്റ്റാഫുകളും എല്ലാവരും ഉണ്ട്, എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേസുകൾ വരുമ്പോൾ അന്ന് അടപ്പിച്ചപ്പോൾ ഞാനൊരു വക്കീലിനെ കാണാറുണ്ട്. വക്കീൽമാർക്ക് എന്തോരം ഫീസ് കൊടുക്കുന്നു. ഇപ്പൊ എനിക്കുള്ള ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് നടക്കുന്ന കാര്യങ്ങൾ അവിടെ കേസ് ഇവിടെ കേസ്. അപ്പൊ ഞാൻ ഈ കേസിന് വേണ്ടി എന്നും പോലീസ് സ്റ്റേഷനിൽ കയറാനുള്ള അവസ്ഥ. ലാസ്റ്റ് ഞാനൊരു വക്കീലിനെ വെച്ചിരിക്കുന്നു. ഏത് കേസുണ്ടെങ്കിൽ അവരാദ്യം പോയി ഡീൽ കിട്ടുമെന്ന് വെച്ചിരിക്കും. ഇതൊക്കെ ചെലവല്ലേ? അതിനേക്കാളും ഉപരി നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എത്ര പേർക്ക് സഹായിക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ ഇവിടെ തന്നെ നാളൊരു കുട്ടി വന്നു ഫിക്സ് ഞാൻ കണ്ടേയില്ല. ഒരു താഴെ കാണിച്ചു, നേരെ ആംബുലൻസ് വിളിച്ചു, അപ്പോളയിൽ പോയി. കുട്ടിയുടെ അമ്മ പറയാണ് 1,60,000 രൂപ ഫസ്റ്റ് ദിവസം ബില്ല് വന്നു. എനിക്കെന്ത് ചെയ്യാം? ഞാൻ 35,000 രൂപ കൊണ്ടിട്ട് കൊടുത്തു. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആരെങ്കിലോട് കണക്ക് പറയാൻ പറ്റില്ല. എത്ര കുട്ടികളെ ഞാൻ സഹായിക്കും. അപ്പൊ ഇത് എന്തൊന്നും ആരും കാണില്ല. ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാലും എന്റെ ലൈഫ് എനിക്കിങ്ങനെ മണി മാനേജ്മെന്റ് അറിയാത്തതുകൊണ്ട് എന്റെ ലൈഫിൽ പണ്ടേ തുടങ്ങി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കുറെ ബാധ്യതയുണ്ട്. അതിനെനിക്ക് തീർക്കണം. കാരണം ഞാനൊരു ജീവിതം നയിക്കുന്ന ഒരാളല്ലേ. അപ്പൊ എല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ്. എന്നാ പോലും ഞാൻ ഒരു ദിവസം തന്നെ എത്ര കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് ആരെങ്കിലും അറിയുന്നു. ഞാൻ കുറെ കുട്ടികളെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയും ആരും ഇതില്ല. അങ്ങനെ അങ്ങനെ സോഷ്യൽ മീഡിയ വഴി നമ്മളെന്തോ ഒരു
തട്ടിപ്പുകാരനായിട്ട് എനിക്ക് മാറ്റണം. ഞാൻ ജീവിതത്തിൽ കുറെ തട്ടിപ്പുകളും ചെന്ന് പെട്ടിട്ടുണ്ട്. പക്ഷെ എവിടെ നമ്മൾ ചെന്ന് പെട്ടാലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുത്ത് അത് എന്തെങ്കിലും തീർക്കുക, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കൊടുത്തിട്ട് നമ്മളൊക്കെ അങ്ങനെ അതിന് പോകുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു രീതിക്ക് ചിന്തിക്കുന്ന ഒരാളൊന്നല്ല. ഇന്നത് എനിക്ക് പറയാനുള്ളത്. ഇനി ആരെങ്കിലും പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടാവും. അല്ല, ഞാനിപ്പോ നിങ്ങളേക്ക് സങ്കടമായില്ലേ, നിങ്ങൾ വലിയ പാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ ആരെങ്കിലും നീ പറയാണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, എനിക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഒന്ന് പറയണ്ട, എന്തെങ്കിലും സംസാരിക്കാനേ പറഞ്ഞോളൂ. അനുഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ മോൾക്ക് 18 വയസ്സുണ്ട്. നമുക്ക് ജന്മന തന്നെ അവിടെ ഈ 18 വർഷം ഫിസിയോതെറാപ്പി ചെയ്തതിനേക്കാളും ഈ കഴിഞ്ഞ മാസം നമ്മൾ 3 ദിവസം ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന വളരെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരിക്കലും ഡോക്ടർ ഞങ്ങളെ ഇനി ചികിത്സിക്കില്ലെന്ന് പറയരുത്, ഞങ്ങളുടെ അവസാനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു. 2 വർഷം ഞാൻ ഫോൺ വിളിച്ചപ്പോഴാണ് എനിക്കൊരു ബുക്കിംഗ് കിട്ടിയത്. അത് കഴിഞ്ഞ് വന്ന് കണ്ട് എനിക്ക് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ട്രീറ്റ്മെൻറ്റിന് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ വിളിച്ചപ്പം അങ്ങനെ ഇവിടെ നിർത്തി ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞത് അന്നോട്ട് വീണ്ടും ഞാൻ വിളിച്ചു. ഓരോ ആഴ്ചയിലും ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പോഴാണ് പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് ഡേറ്റ് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കിട്ടി കഴിഞ്ഞിട്ട് അവർക്ക് അതിനുള്ള മാറ്റമുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ 18 ചെറിയൊരു കുട്ടിയെ ചെയ്യുന്നത് പോലെ ഇവർക്ക് മാറ്റം വരില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. 18 വർഷം ആയതല്ല, എന്നാലും അവർക്ക് ഈ 18 വർഷം ഞങ്ങൾ ചെയ്ത ഫിസിയോതെറാപ്പിയെക്കാളും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇനി എല്ലാ മാസവും ഞങ്ങൾ വരും. എത്ര റിസ്ക് എടുത്താലും ഇടുക്കിയിലാണ് ഞങ്ങൾ വീട്, അതിന് എത്ര റിസ്ക് എടുത്താലും വരും. അതൊരിക്കലും ഞങ്ങളെ ഉപേക്ഷിച്ച് ഡോക്ടർ പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറയരുത്. ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് അമ്മമാരുടെ ഡോക്ടർക്ക് ദൈവം അതിനുള്ള പ്രതിഫലം തരും. ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 18 വർഷം ഫിസിയോതെറാപ്പി ചെയ്തു. ഇനി നാളെയായാലും ഫിസിയോതെറാപ്പി മുടക്കാൻ ഞാൻ പറയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു 6.5 വർഷം ഫിസിയോതെറാപ്പി ചെയ്തിട്ടൊരു മാറ്റമില്ല. പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് മാറ്റമൊന്നുമില്ല, പ്രതീക്ഷയുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആരോടും ഫിസിയോതെറാപ്പി മുടക്കരുതെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഇനി ഞാൻ പറയണത് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഫിസിയോതെറാപ്പി ഞാൻ ചെയ്യിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ആവശ്യമില്ല. ചില കുട്ടികൾ ഞാൻ ഇപ്പോൾ ഈ ഇതുള്ള കുട്ടികളാണെങ്കിൽ ആ നെർവിൻ്റെ ആ ബ്ലോക്ക് മാറിയതിന് ശേഷം നിങ്ങൾ ചെയ്തോളാൻ പറയും. കാരണം ആ നെർവ് കുടുങ്ങി കിടക്കുന്ന നെർവാണെങ്കിൽ ചിലപ്പോൾ പിടിച്ചു വലിച്ചാൽ കൂടുതൽ ഡീപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടിട്ട് ആണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഫിസിയോതെറാപ്പി നിർത്താൻ ഞാൻ പറയുന്നില്ല. ചില കുട്ടികളോട് ഞാൻ പറയുന്നത് വെച്ചാൽ, നെർവിൻ്റെ ബ്ലോക്ക് ഒന്ന് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം അതെനിക്ക് വലിയൊരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിർത്താല്ലേ, നമുക്കെല്ലാവരും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും സർ വരൂ. ഞാൻ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് കൊണ്ടൊന്ന് എടുപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആളെ എന്നെ പേഴ്സണലായിട്ട് കാണുന്ന ഒരു കാര്യമായിരുന്നു ആള് പറഞ്ഞിരുന്ന പിന്നീട് മനസ്സിലായത്. എന്തായാലും അദ്ദേഹം അധ്യാപകനാണ്, നല്ലൊരു മോട്ടിവേഷൻ കൂടെയാണ്. അപ്പം നമുക്ക് മോട്ടിവേഷൻ കൂടി തരുന്ന അദ്ദേഹം 2 വാക്ക് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. കാരണം നിങ്ങളുടെ അമ്മമാരുടെ ഒരു മനസ്സിന് എപ്പോഴും ഊർജ്ജമാണ് വേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമമൊന്നും ഉണ്ടാകരുത്. ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നിലവിലുള്ള എന്നിലുള്ള വിശ്വാസമുള്ള എല്ലാവർക്കും ഞാൻ തെറാപ്പി ചെയ്തിരിക്കും. ഞാൻ പുതിയ ആളെ എടുക്കണ്ടെന്ന് വെച്ചെന്ന് വെച്ചാല്, ഒന്ന് ഇപ്പൊ പല രീതിയിൽ നമ്മളെ ചീറ്റിങ് നടക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ പലരും എന്തെങ്കിലും നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നിട്ട് ചിലപ്പോൾ നാളെ അങ്ങനെയാണെന്ന് പറയാനുള്ള വഴി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഒന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ കുറേ കുട്ടികളെ എടുത്തുകൊണ്ടിരുന്നാൽ ആർക്കും ഒന്നുമില്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള കുട്ടികളെ നിലവിലുള്ള കുട്ടികളെ നമ്മൾ മാക്സിമം അവർക്ക് തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുക, അവർക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. കാരണം നമുക്ക് തെളിയിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുട്ടികൾ അവരുടെ ഞാൻ പറഞ്ഞല്ലോ അവസ്ഥ ഉണ്ടാവാൻ കാരണം ബ്രെയിനിന്റെ ഡാമേജ് മാത്രമല്ല, അവരുടെ നെർവുകളുടെ ബ്ലോക്ക് ആണെന്നും കൂടി നമുക്ക് ലോകത്തിന് തെളിയിച്ചാൽ, ഞാൻ പറയുന്നു, നമ്മളെ ഈ ലോകത്ത് ഇങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാം.
നിങ്ങളുടെ അമ്മമാരുടെ സങ്കടം കുറയ്ക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിച്ച് മോനെ എണീറ്റോടി നടക്കുന്നു, അവൻ എടുക്കാനാവുന്നു കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലൊക്കെ അതിലേക്ക് വരും. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ നെഗറ്റീവിലേക്ക് നമ്മൾ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും, നമ്മളുടെ അതായത് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ മകന്റെയോ ഭാവി എന്തായിരിക്കും, ഞാൻ ഇല്ലെങ്കിൽ അവൻ എന്താവും, ഒന്ന് ചിന്തിച്ചാൽ മതി. ആ സമയത്ത് ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്ന അറിയാം, എന്താ ഉണ്ടാവുക? നമ്മൾ പറയാം, നമ്മളുടെ ശരീരത്തില് ഒരു പ്രത്യേകതയുണ്ട്, സ്ട്രെസ് ഹോർമോൺ എന്നുള്ളത്. ഇപ്പൊ കോർട്ടിസോൾ തുടങ്ങിയുള്ള കോർട്ടിസോൾ തുടങ്ങിയുള്ള സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, മനസ്സിലായി? ഈ സ്ട്രെസ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് പറയും? ഉദാഹരണമായിട്ട് നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പട്ടി കടിക്കാൻ പോകും, ആ നേരത്ത് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നെങ്കിൽ ഓടണം അല്ലെങ്കിൽ പട്ടിനെ ഓടിക്കണം, അല്ലെ? രണ്ടു രീതികൾ ഉണ്ടാവും. അതായത് ഫ്ലൈ ഓർ ഫൈറ്റ്, അല്ലേ? അല്ല അതല്ല നമുക്ക് ഉണ്ടാകും. അപ്പോൾ ആ നേരത്ത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ബോഡി എന്താ ചെയ്യുന്നത് വെച്ചാൽ സിഗ്നലിലൂടെ, അതായത് പെട്ടെന്ന് നമ്മുടെ ബോഡി കോർട്ടിസോൾ തുടങ്ങിയുള്ള സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ BP കൂട്ടും. പ്ലസ് ആവശ്യമില്ലാത്ത മനുഷ്യനെ കട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് തലമുറയിലേക്ക് ന്യൂട്രീഷനോ അല്ലെങ്കിൽ വയറുള്ളതിന്റെ ഡൈജഷനെയൊക്കെ കട്ട് ചെയ്തിട്ട് ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യാനുള്ള അവർക്കൊരു ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഹട്ടൊക്കെ കൂടി കൊണ്ടുവന്നിരിക്കണം, അല്ലേ? അങ്ങനെ ആവില്ലേ? അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ സമയത്ത് ആവശ്യമുള്ളൂ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കറക്റ്റ് ആയി. പക്ഷെ നിങ്ങളിപ്പോ നാളെ അങ്ങനെ ആയാൽ എന്താവും എന്ന് ചിന്തിക്കുമ്പോൾ ആക്ച്വലി എന്താണെന്ന് അറിയേണ്ടത്, മറ്റൊരു ഷോർട്ട് ടൈം സ്ട്രെസ് ആണെങ്കിൽ ഇത് ലോങ് ടൈം സ്ട്രെസ് ചെയ്തിരിക്കും. അതായത് നിങ്ങൾ ലോങ് ടൈം ആയിട്ട് നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായിക്കൊണ്ടിരിക്കും? നിങ്ങളുടെ BP കൂടും, നിങ്ങളുടെ തലമുടി കൊഴിയാൻ തുടങ്ങും, തലയിലേക്കൊന്നും പോകല്ലാണ്ടാവും, വയറ് ഡൈജഷൻ പ്രോപ്പറില്ലാണ്ടാവും. അങ്ങനെ നമ്മൾ പയ്യെ അസുഖത്തിലേക്ക് പോകും. അപ്പൊ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ നമുക്കറിയാം നമ്മുടെ ശരീരം ഹീലിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മുടെ ശരീരം, നമ്മൾ ഉറങ്ങി കിടക്കുന്ന നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ നമ്മൾ പല അസുഖം വന്നാലും ചിലപ്പോൾ എല്ലാ വേദനയുടെ ഗുളിക തന്നു ഡോക്ടർ പറയും റെസ്റ്റ് എടുക്കാൻ പറയും. അതെന്താന്ന് വെച്ചാൽ ആ സമയത്ത് ആക്ച്വലി പെയിൻ അറിയിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിലും ബോഡിയുടെ ഹീലിംഗ് ചെയ്യുന്നത് ശരീരം തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉറങ്ങുന്ന നേരത്തേക്ക് ആയിരിക്കും ശരീരം ഹീൽ ചെയ്യും. അപ്പൊ നമ്മള് ശരീരം നമ്മളെ ഹീൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലത് സുഖം എന്ന് പറഞ്ഞാലേ സുഖം ഉണ്ടാവുള്ളൂ. എന്റെ അസുഖം മാറുകയെന്ന് പറഞ്ഞാൽ അസുഖം വന്നുകൊണ്ടിരിക്കും, കടം മാറുകയെന്ന് പറഞ്ഞാൽ കടം വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്താ പറയണ്ടേ? നമ്മൾ പ്രാർത്ഥനയിലായില്ലേ, എവിടെ ഗോഡിനെ നമ്മൾ പ്രാർത്ഥിക്കുക, അതിന്റെ ദൈവനെ എല്ലാ കടങ്ങളൊക്കെ മാറ്റി തന്നെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കടം കൂടുള്ളൂ അവിടെ. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഗോഡ് ഇങ്ങനെ ബ്ലെസ് ചെയ്യുന്നതായിട്ട്. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് രാവിലെ എണീക്കുന്ന നേരത്തും ഉറങ്ങുന്ന നേരത്തും പ്ലസ് നമ്മൾ പ്രാർത്ഥന സമയത്തേക്ക് ആ ഗോഡിനെ ഇങ്ങനെ കാണാം, ആ ഗോഡിന്റെ ബ്ലെസ്സിങ് നൽകുക. അത് നമ്മൾ ഹീൽ ചെയ്യുന്ന ഫീലിംഗ്. അതായത് സാറ് പറഞ്ഞു തരുവാണെങ്കിൽ ഒരു പ്രകാശം വന്ന് നമ്മളങ്ങനെ തഴുകി തലോടി സുഖപ്പെടുത്തുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മളെ സുഖപ്പെടുത്തുന്നു എന്ന് കാണാം. അത് കഴിഞ്ഞ് ആ നമ്മുടെ ഹസ്ബൻഡ് കുട്ടികളെ എല്ലാവരും ഇങ്ങനെ സുഖപ്പെടുത്തുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ കുടുംബത്തിലേക്ക് ധാരാളം സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പൈസ ഇങ്ങനെ കിട്ടുന്നതായിട്ട്, പൈസ കിട്ടുന്നതായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പൈസ എങ്ങനെ വരുന്നു ചിന്തിക്കരുത്. ചില ഇവിടുന്ന് പോകുന്ന ലോട്ടറി അടിച്ചാൽ നല്ല കാശ് വരാം. അത് നമ്മൾ പൈസയുടെ വഴി ചിന്തിക്കരുത്. അങ്ങനെ സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവിധ സന്തോഷം, ജീവിതത്തിലെ ഏറ്റവും ആവശ്യം എന്താണ്? സന്തോഷം. നമുക്ക് സന്തോഷം കിട്ടുന്നു, എല്ലാവിധ ഐശ്വര്യവും സ്നേഹം, എല്ലാവരും സ്നേഹം കിട്ടുന്നു കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കുന്നവർക്ക് വരും. പിന്നെ നിങ്ങൾ പറ്റമില്ലെന്നും നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളൊരു സിനിമ പോലെ ആക്കി മാറ്റാം. ഉദാഹരണമായിട്ട് നിങ്ങൾ കുട്ടികളെ ഏറ്റെടുക്കുന്ന മോളെ ഏറ്റെടുക്കുന്ന നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്, നല്ല മിടിക്കാവുന്ന കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരും. അപ്പൊ മോനായാലോ എട്ടോടി നടക്കുന്നു, അവൻ മിടിക്കുന്നവനോ ജോലി കിട്ടുന്നു കണ്ടുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മളിങ്ങനെ പിക്ചറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നോളും. പക്ഷെ അത് ചെയ്യുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു 20 ദിവസമെങ്കിലും 21 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നത് കോൺഷ്യസ് മൈൻഡിന് 10% കഴിവുള്ളൂ, സബ് കോൺഷ്യസ് മൈൻഡിനാണ് 90% കഴിവുള്ളൂ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ലോജിക് ഇല്ല. കോൺഷ്യസ് മൈൻഡ് ലോജിക് ഉണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ലോജിക് ഇല്ല. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അത് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, കടം വരും. അപ്പൊ നമ്മൾ എന്നും സുഖം, സമ്പത്ത്, സന്തോഷം, ഐശ്വര്യ, സ്നേഹം എല്ലാം കിട്ടുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പ്ലസ് നമ്മൾ അത് സിനിമ പോലെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നിലവിലുള്ള, അതായത് ഇപ്പൊ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ ആൾക്ക് ഇഷ്ടമില്ല. അപ്പൊ അതിൽ നിന്ന് മാറണമെങ്കിൽ ഒരു 21 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പൊ ജനുവരി 1 ഞാൻ തീരുമാനം എടുക്കുന്നു, ഈ കൊല്ലം ഞാൻ എന്തായാലും വ്യായാമം തുടങ്ങുന്നത്. 2 ദിവസം ചെയ്യുമ്പോൾ 4 ദിവസം നമുക്ക് എന്തെങ്കിലും അവിടെ വേദനയായിട്ട് നമ്മൾ മാറില്ലേ. അപ്പൊ അത് എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് മാറ്റില്ല. അതുപോലെ നമ്മൾ എന്തും 21 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു. അങ്ങനെ നമ്മൾ എന്താവും, അങ്ങനെ നമുക്ക് ചേഞ്ചസ് വരും. അപ്പൊ ഇതിനോട് നിങ്ങൾ ഒരു ഇല്ല. എന്തായാലും ഞാൻ സോറൻ ഇവിടെ വന്നിട്ടുണ്ട് 2 വാരം. ഞാൻ സാർ എന്തായാലും പ്രിപ്പയർഡ് അല്ലാന്ന് എന്നോട് പറഞ്ഞു, എങ്കിലും സാറിന്റെ എൻ്റെ ഒരു പോസിറ്റീവായിട്ട് മെസ്സേജ്. ഗുഡ് ഈവനിങ് എല്ലാവരും. സാങ്കേതിക സാറ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളോട് കൂടുതൽ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കും. നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഒരു താരം പറയുന്ന പോലെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ, അതില്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും എല്ലാം നേടാൻ ശ്രമിക്കുന്നത് നാളെയും ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ലേ. ഇന്ന് അവസാനിക്കുന്നു കരുതിയിട്ട് ആരെങ്കിലും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയോ ഓട്ടം പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോവുകയോ നാളെ ഞാൻ മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇന്ന് എൻജോയ് ചെയ്യാനല്ലേ നോക്കുള്ളൂ. നാളെയും മറ്റന്നാളും എനിക്ക് ജീവിക്കാനുള്ളതുകൊണ്ടല്ലേ കൂട്ടി വയ്ക്കുന്നത് മക്കൾക്ക് കൊടുക്കാനായിട്ട്. ഇന്നത്തെ ദിവസം കാണുന്ന അറിയോ, ലോകം മുഴുവൻ സെലിബ്രേറ്റ് വയോജന ദിനം. വയോജന ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൊണ്ട് ജരാനരകൾ ബാധിച്ചവർ, മനസ്സുകൊണ്ടല്ലാത്തവരുണ്ട്, മനസ്സുകൊണ്ട് വളരെ യങ് ആയിട്ടുള്ളവരുണ്ട്. അതിനൊരു ഇപ്പോൾ പറയുന്നൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ടീനേജർ എന്നാണ്. സീനേജർ എന്ന് പറയും. അതായത് പ്രായം കൊണ്ട് ഞാൻ 70 ആണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ 18 ആണെന്ന് പറയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ എന്നും കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് അല്ലേ. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് ഏറ്റവും വലിയതെന്നറിയോ? ഇന്ന് പ്രായമായിട്ട് വയോജന മന്ദിരങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ അവിടെ കൊണ്ടുചെന്നാക്കിയ അവരുടെ മക്കളാരും ഭിന്നശേഷിക്കാരല്ല. അവർ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ല നിലയിൽ കെട്ടിച്ചു വിട്ട് അവർക്ക് നോക്കാൻ നേരമില്ലാതെ അവർ ബംഗ്ലാവുകളിൽ താമസിക്കുമ്പോൾ അപ്പുറത്ത് ഒരു ചെറിയ പട്ടിക്കൂട് പോലെയുള്ള കെട്ടിടം കെട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ ഒരു വയോജന മന്ദിരത്തിൽ കൊണ്ടുപോയി പൈസയും കെട്ടി ഏൽപ്പിക്കുന്നവരാണ്. നിങ്ങളുടെ കുഞ്ഞുമക്കൾ നിങ്ങൾ അങ്ങനെ ചെയ്യോ? അപ്പൊ ആരാ ഭാഗ്യവാന്മാര്? എന്നോട് കഴിഞ്ഞ ദിവസം പോലും ഒരു പാരന്റ്, ഒരു അച്ഛനും വന്ന് എന്നോട് പറഞ്ഞ സങ്കടമാണ്. സാറ് ഞാൻ അവനെല്ലാം കൊടുത്തു, അവന് മയക്കുമരുന്നിന്റെ ഇടപാടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ജഡ്ജിയുടെ വാക്കുകൾ വൈറലായിട്ട് പറയുന്നുണ്ട്. സ്വന്തം അച്ഛന്റെ മൃതശരീരം കാണാനായിട്ട് കോടതിയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങേണ്ടി വന്നു. പറയുമ്പോൾ ഡെയിലി 3-4 കാറുകൾ ഉപയോഗിക്കുന്നവരാണ്. സാമ്പത്തികമായോ ശാരീരികമായോ യാതൊരു പീഡനങ്ങളും ഇല്ലാത്തത്. സോ അവരാണോ ഭാഗ്യവാന്മാർ? നമ്മളാണോ ഭാഗ്യവാന്മാർ? സാർ പറയുന്ന ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കുട്ടികൾ നിങ്ങളുടെ ബ്ലെസ്സിങ് ആണെങ്കിലോ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കിയുണ്ടോ? നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് സാറ് പറഞ്ഞതുപോലെ ആരോഗ്യം, സമ്പത്ത്, എനിക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ എന്തെങ്കിലും സഹായങ്ങൾ വരണേ എന്ന് പറയുമ്പോൾ അദൃശ്യമായ ചില കരങ്ങൾ കൊണ്ട് നമ്മൾ സഹായിക്കപ്പെടും. ആ ദൃശ്യമായ കരങ്ങളുടെ വലിയൊരു ഉദാഹരണമാണ് അല്ലെ. നമ്മൾ പലയിടത്തും പോയി പ്രതീക്ഷകൾ അവസാനിച്ച് അവസാന ഞാണിന് തുരുമ്പായിട്ടല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതെനിക്ക് ഇപ്പൊ കിട്ടണം. ഈ കുട്ടിച്ചാത്തൻ ഭൂതം പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ ഓം ജീം ജൂങ്ക, എന്റെ കൊച്ചു ശരി, ഞാൻ അങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കാണിക്കുന്ന പല തട്ടിപ്പ് കേസുകളാണ്. പലയിടത്തും അങ്ങനെ കൊടുക്കുന്ന പല രോഗഭേദങ്ങളും പിന്നീട് അറിയും അത് ഡ്രാമ കളിച്ചതാണ്. യഥാർത്ഥമായ സുഖം പ്രാപിക്കലുകൾക്ക് സമയമെടുക്കും, വിശ്വാസം വേണം, കാത്തിരിപ്പ് വേണം. എന്തായാലും ഒന്നോ ഒന്നിലധികമോ ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ ഇദ്ദേഹം വഴി ലഭിച്ചു എന്നുള്ള അറിവിന്മേലാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അല്ലേ.
എൻ്റെ മക്കൾക്ക് മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നാലും കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചതിയില്ല, വഞ്ചനയില്ല, നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും സമയമെടുക്കും. ഈ സർവീസ് കൊടുക്കുന്നവർ 3 കാര്യം പറയാം: ചീപ്പ്, ഗുഡ്, ബെസ്റ്റ്. ചീപ്പായിരിക്കുന്ന സാധനം നല്ലതായിരിക്കില്ല അല്ലെ? ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന സാധനം അത്ര നല്ലതായിരിക്കണമെന്നില്ല. നല്ല സാധനങ്ങൾ വേഗത്തിൽ നടക്കില്ല. ഇറ്റ് വിൽ നോട്ട് ബി ഫാസ്റ്റ്. കാത്തിരിപ്പ് വേണ്ടിവരും. പെട്ടെന്ന് നടക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റിയിൽ അത്ര ഗുഡായിരിക്കില്ല. ഇത് ഒരു പൊതു അർത്ഥമാണ്, നഗ്നമായ സത്യമാണ്. സോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നു. നമ്മുടെ കയ്യിലെ ഈ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് എന്നും ശക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നതോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ഭഗവാനോ ദൈവമോ ഏത് രൂപത്തിലായാലും എല്ലാ സർവൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എന്നും ഉണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവും. സമാധാനത്തോടു കൂടി നമ്മളെന്താ പറയാ, അടുത്ത ജന്മം പോകാനോ മൺമറയാനോ നമുക്ക് സാധിക്കും. ഈ മക്കളായിട്ട് നിങ്ങൾ തുറങ്കിലടപ്പിക്കില്ല. ഈ മക്കൾ വഴി എന്നും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ വന്നു ചെയ്തു. അവർ പറയാതെ പറയുന്ന അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ ഒരു പടി മുന്നിലേക്ക് ഈശ്വരൻ എന്നും ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു സാർ. സാറിനൊരു നല്ലൊരു കർമ്മടി കൊടുക്കും. ചെറിയ കൊച്ചാണെങ്കിലും നമുക്കത് ശരിക്കും മുന്നിലേക്ക് തട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ സാറ് എന്നോട് ഞാൻ ഏറ്റവും നന്ദി കൂടി രേഖപ്പെടുത്താണ്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെ പാട്ട് പാടുന്നൊരു പാടാട്ടോ. ഞാൻ അവിടെ തെറാപ്പി ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. ഞാൻ ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ആരും വിഷമിച്ചിരിക്കില്ല. നിങ്ങളുടെ കഴിവുകൾ ഇവിടെ പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഉള്ളത് നമ്മളിപ്പോ ബാത്റൂമിൽ പാടുന്ന പാട്ടുകൾ പാടിയാൽ മതി. ഇവിടെ വലിയ ഗായകന്മാരൊന്നുമില്ല, നിങ്ങൾക്ക് പാടാം. ഓക്കെ, ആരൊക്കെ പാടും? ഒരാൾ പാടുന്ന ഒരാളുണ്ട്. കാരണം നമ്മളെ ദുഃഖിച്ചുകൊണ്ടല്ലോ കഴിവുണ്ട. ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞാൽ മതി, ഉള്ളത് മതി.